നികിത, ഈ ഇതിനിടയിൽ താങ്കൾ സംസാരിക്കുന്നതിനിടയിലെ ഇതൊരു സ്വാഭാവിക മരണമാണോ എന്ന് താങ്കൾ ഒരു സംശയം പറഞ്ഞു. അപ്പോൾ ഇതൊരു ആത്മഹത്യയല്ല എന്ന് വിശ്വസിക്കാൻ തക്ക കാരണം എന്തെങ്കിലും ഉണ്ടോ നികിത? എന്താണ് പറയുക? അതിനു മുന്നേ വരെ ആൾ ഓക്കെ ആയിരുന്നു. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് പോലും കഴിക്കാൻ തോന്നത്തില്ല. ഫുഡാണെങ്കിലും അതിനു മുന്നേ ജനറൽ അനാട്ടമി എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം എക്സാം ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പേപ്പർ മേടിച്ച് എഴുതിയത് ഞാനാണ്. ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്. 40 ബുക്ക്ലെറ്റും ബാക്കി 10 എക്സ്ട്രാ പേപ്പർ ഞാൻ വാങ്ങിച്ച് എഴുതി. എനിക്ക് അത്രയ്ക്ക് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സന്തോഷം. അത്രയും ഉറക്കം എഴുന്നേറ്റിരുന്നിട്ടാണ് അവൻ പഠിക്കുന്നത്. 10th മുതലേ അവന് ഉറക്കമില്ല. 10th ആയ ടൈം മുതൽ ഈ 22 വയസ്സ് വരെ അവന് നേരെ അവൻ ഉറങ്ങണ കണ്ടിട്ടില്ല. ഞങ്ങൾ എങ്ങനെയും പഠിച്ചിറങ്ങണമെന്ന് തന്നെയായിരുന്നു. എങ്ങനെയും പഠിച്ചിറങ്ങണം, ഞങ്ങൾ കണ്ടിട്ടില്ല ഉറങ്ങണം. ലത എന്ന് പറയുന്ന ഈ ടീച്ചർ ഇവനോട് ഒരുപാട് ഒരു സഹതാപത്തോടെയും സ്നേഹത്തോടായിരുന്നു. മാം നല്ല പോലെ, അതായത് അമ്മയുടെ ഹോസ്പിറ്റൽ ഈ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം മാമിനാണ് അയച്ചു കൊടുക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാം നോക്കിയിട്ടൊന്ന് പറയുമോ, മാമാണ് നോക്കുന്നത്. കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് ഇവന് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ 1 മാസത്തോളം ഇരുന്നു. കാര്യം എനിക്ക് അവിടെ പ്രഷർ, എനിക്ക് പറ്റുന്നില്ല. ഈ ബിയാട്രിക്സും അതുപോലെ ലത എന്ന് പറയുന്ന ഈ 2 മാമും മാറി മാറി ഇവനെ വിളിക്കും, മെസ്സേജ് അയക്കും. അവിടെ ഉള്ള എല്ലാവരും ഇവന് മെസ്സേജ് അയക്കുക, വിളിക്കുക എല്ലാം ചെയ്ത് ലാസ്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്ക് പറയുന്നത് നിനക്ക് റൂമില്ല. അതായത് ഇവനാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോഴിവന് ഫസ്റ്റ് ഒരു ഹോസ്റ്റലിൽ റൂം കൊടുക്കുകയാണ്, റൂംമേറ്റ് 4 പേരുള്ളത്. നിനക്ക് റൂമില്ല, നിനക്ക് സിക്ക് റൂമാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അന്ന് അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് അമ്മ എടുത്തിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ പ്രിൻസിപ്പലിനെയും അതുപോലെ അന്ന് വാർഡൻ കമലായിരുന്നു, കമൽ സാറിനെ വിളിക്കണം. അപ്പോൾ കമൽ സാർ പറയുന്നത് നിതിനെ ഇപ്പം അകത്ത് കയറ്റാൻ പറ്റില്ല, പെർമിഷൻ ചോദിച്ചാലേ അകത്ത് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോഴേ ഇതിന് മുന്നേ വേറൊരു കർണാടകയിലുള്ളൊരു പ്രിൻസിപ്പളായിരുന്നു. ബ്രേക്ക് എടുത്തിട്ട് പോയപ്പോഴത്തേക്കും അദ്ദേഹം ഇരുന്ന് അപ്പോഴും പറഞ്ഞ് കയറിക്കോളൂ, കുഴപ്പമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് സിക്ക് റൂം. അപ്പോൾ സിക്ക് റൂം പറ്റത്തില്ല, കാര്യം ഒറ്റയ്ക്കായിപ്പോവും എല്ലാം കൊണ്ട്. കാര്യം വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നു, കോളേജിൽ നിന്നും രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു ഒറ്റപ്പെണ്ണോട് അനുഭവം ഉള്ളതുകൊണ്ട് എപ്പോഴും ഞാൻ കോൾ ചെയ്യും. രാത്രിയും ഉറങ്ങണ ടൈം വരെ ഞാൻ അവനെ വിളിക്കും, എനിക്ക് പറ്റണ ടൈം ഫുള്ളും വിളിക്കും. അങ്ങനെ ഇനി കോളേജിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്, ഇതുപോലെ ഇൻസ്പെക്ഷൻ വന്നിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് പ്രിൻസിപ്പളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സിക്ക് റൂമിലാണ് കിടക്കുന്നതെന്നുള്ള കാര്യം അവരുടെ അടുത്ത് പറയരുത്, ഞങ്ങളുടെ കോളേജിനത് അഭിമാന പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂമിലാണ് കിടക്കുന്നത്, ഏത് ബെഡ് സഹിതം. അപ്പോഴും പോലെ ഞാൻ പറയണേ, എടാ നമുക്ക് മെയിൽ അയക്കാം, നമുക്കൊരു ഫേക്ക് ഐ ഡി എങ്കിലും ഉണ്ടാക്കി മെയിൽ ഞാൻ അയക്കാം. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ വരണമെങ്കിൽ എനിക്കല്ലേ വരുള്ളൂ, ഞാൻ അത് ഓക്കെ ഞാൻ തരണം ചെയ്തോളാം. കാര്യം ഈ 2 മാസത്തോളം അവനെ ഇവിടെ ഒറ്റയ്ക്ക് സിക്ക് റൂമിൽ മറ്റു പിള്ളേരോട് മിണ്ടാൻ സമ്മതിക്കൂല. പീഡിപ്പിച്ചു അല്ലേ? ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഈ അനിതാവ് കൊണ്ടെന്ന് പറഞ്ഞ ലതാ മാം അവര് വിളിച്ചിരുന്നോ ഈ വിളിച്ചിരുന്നു? അല്ല, വിളിച്ചിട്ടില്ല. അവര് വിളിച്ചിട്ടില്ല. അവര് പോയി മറ്റു സ്റ്റുഡൻസിന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ബെസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ കണ്ടോ, എൻ്റെ പേര് വെച്ചിട്ടാണ് എടുത്തത്, നിങ്ങൾ കണ്ടോ എന്നുള്ളത്. ഇവരെല്ലാവരും മൗനം പാലിച്ച്, എല്ലാവരും മൗനം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം റെഫറൻസ് നമ്പറായി. ആദ്യം പേരിലായിരുന്നു. അത് നടക്കാത്തതായപ്പോഴത്തേക്ക് കോണ്ടാക്റ്റിൽ അവരെ റെഫറൻസ് നമ്പർ വെച്ച് എടുത്തു എന്നുള്ളത്. അത് നടക്കാതിരുന്നപ്പോഴത്തേക്ക് ഇപ്പോഴും ഇട്ടേക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെതിരെയാണ് ഇട്ടേക്കുന്നത്. ചേട്ടന് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തു. ഞങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ തന്നെ അറിയാൻ പറ്റും അവ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തതെന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.